السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الواحد القهار الصمد الجبار العزيز الغفار. الحمد لله الذي نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. شهر رمضان الذي أنزل فيه القرآن هدى للناس مبينات من الهدى والفرقان. صدق الله العلي العظيم وصدق وبلغ ورسوله النبي الكريم ونحن على ذلك من الشاكرين الشاهدين والحمد لله رب العالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഗ്ഫിറത്തിന്റെയും റഹ്മത്തിന്റെയും വിശാലത കൊണ്ട് പുറത്തു നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ഇൽമിന്റെ വഴിത്താരിൽ താങ്ങും തണലുമായി നിന്ന ഉസ്താദന്മാർ, കൂട്ടുകാർ, അയൽവാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ മാസത്തിൽ വരാൻ പോകുന്ന റമദാൻ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം പുറത്തു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അളവറ്റ അനുഗ്രഹത്താൽ വീണ്ടും ഒരു റമദാനിലേക്ക് നമ്മൾ സമാഗതമാകുകയാണ്. ഹിജ്റ വർഷം പ്രകാരം 9ാമത്തെ മാസമാണ് റമദാൻ എന്നുള്ളത്. അതായത് ശഅബാനിൻ്റെയും ശവ്വാലിൻ്റെയും ഇടയിലുള്ള മാസമാണ് റമദാൻ. പരിശുദ്ധമായ ഖുർആൻ അവതരിച്ച മാസം, ഇസ്ലാമിക വിശ്വാസപ്രകാരം ഏറ്റവും അനുഗ്രഹീതവും പുണ്യവും ഭയഭക്തി നിർഭരവും ആത്മീയമായി വളരെ ഗുണപരവുമായ മാസമാണ് റമദാൻ എന്നുള്ളത്. അതുമാത്രമല്ല, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ 4ാമത്തതായ പ്രധാനുഷ്ഠാനം ഈ മാസത്തിലാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നത്. മാസങ്ങളിൽ അള്ളാഹു ഏറ്റവും പവിത്രമാക്കിയ മാസമാണ് റമദാൻ എന്നുള്ളത്. റമദാൻ എല്ലാ വർഷവും ഉണ്ട്, പക്ഷേ നമ്മൾ അതിഥികളായി വന്നു പോകുന്നു. കഴിഞ്ഞ റമദാനിൽ ഉണ്ടായിരുന്ന എത്ര പേർ ഇന്ന് നമ്മൾ ഇല്ല. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അളവറ്റ അനുഗ്രഹം ചെയ്ത ഒരു അനുഗ്രഹമാണ് നമുക്ക് നീട്ടിത്തന്ന ആയുസ്. അത് അള്ളാഹുവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന രീതിയിലായിരിക്കണം.
അടുത്ത റമദാനിൽ എത്ര പേരുണ്ടാകും? ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകുമോ എന്ന് എനിക്കും നിങ്ങൾക്കും അറിയുകയില്ല. കാരണം നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രം പോലെ എത്ര നമ്മളോട് അടുത്തിരിക്കുന്നുവോ അത്ര അടുത്ത് നമ്മളുടെ മരണം നമ്മളെ പിടികൂടാനായി കാത്തിരിക്കുന്നുണ്ട്. അല്ലാഹുവിനല്ലാതെ അതിൻ്റെ കാലയളവ് നിശ്ചയിക്കാൻ സാധിക്കുകയില്ല. റമദാനിലെ നോമ്പ് കാരണം എത്ര പേരുടെ ജീവിതത്തിൽ വല്ലാത്ത മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ റമദാനിൽ നാം എത്ര ഇബാദത്തുകൾ ചെയ്തു, നാം ഒന്ന് ചിന്തിക്കണം. എത്ര പേര് നോമ്പനുഷ്ഠിച്ചു, എത്ര പേർ തറാവീഹ് നമസ്കരിച്ചു, എത്ര പേര് ഖത്ം തീർത്തു. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അല്ലാഹു ഇറക്കിയ ഖുർആനിനെ ഇറക്കിയ മാസമാണ് റമദാൻ എന്നുള്ളത്. ആ റമദാനിൽ എത്ര പേർ ഖുർആൻ പാരായണം ചെയ്തു, എത്ര ഖത്മുകൾ തീർത്തു. നാം ഒന്ന് ചിന്തിക്കേണ്ട, വളരെ വൈകാരികമായി ചിന്തിക്കേണ്ട ഓരോ ദിവസങ്ങളാണ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ അവസ്ഥകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. പുതിയ കാലിക യുഗം വളരെ ലഹരിക്കുമൊക്കെ അടിമപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഈ അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യത്തിൻ്റെ പൂക്കാലമായ റമദാൻ നമ്മളിലേക്ക് കൊണ്ടെത്തിച്ചു തരികയാണ്. ഒരനുഗ്രഹത്തെ തരുമ്പോൾ തിരിച്ച് നന്ദിയുള്ളവരായി തീരാൻ നാം ഓരോ അടിമകളായ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് ഈ സാന്ദർഭിക നിമിഷത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമുക്ക് ഏവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വരാൻ ഏകദേശം മണിക്കൂറുകൾ, നിമിഷങ്ങൾ ബാക്കിയായിരിക്കുകയാണ്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് റമദാൻ മാസം മുഴുവനും നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത്. എല്ലാ മതസമൂഹങ്ങളിലും വിവിധ രൂപങ്ങളിലുള്ള വ്രതാനുഷ്ഠാനം ആചരിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ആത്മീയ തലത്തെ പരിഗണിക്കുന്ന ദർശനങ്ങൾക്ക് ഉപവാസം ഉപേക്ഷിക്കുക എന്നത് സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ കൂടി പറഞ്ഞു തന്നെന്നറിയുമോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ കൂടി പറയുകയാണ്, വിശ്വസിച്ചവരെ നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടി? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുവാൻ വേണ്ടി എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിക്കുകയും സ്ത്രീ പുരുഷ വികാരത്തിൽ നിന്ന് വിട്ടുനിൽക്കലുമാണ് വ്രതാനുഷ്ഠാനത്തിൻ്റെ ബാഹ്യമുഖം. തൻ്റെ മാനസികവും ശാരീരികവുമായ ഇച്ഛകളേക്കാൾ തന്നെ സൃഷ്ടിച്ച പരിപാലിക്കുന്ന അവന് വേണ്ടതായ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുക്കുന്ന ആ അല്ലാഹുവിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വഴിപ്പെടാൻ സന്നദ്ധമാകുക എന്നതാണ് വ്രതാനുഷ്ഠാനത്തിൻ്റെ ആന്തരിക അർത്ഥം. ദൈവത്തിന് സമ്പൂർണമായും വഴിപ്പെടണമെന്നാണ് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ കാതൽ എന്നുള്ളത്. വ്രതാനുഷ്ഠാനം കൊണ്ട് അർത്ഥമാക്കുന്നത് വിശപ്പോ ദാഹമോ സഹിക്കൽ മാത്രമല്ല, കാഴ്ചയും കേൾവിയും സംസാരവും ചിന്തയും വികാരങ്ങളും വിചാരങ്ങളും എല്ലാം അല്ലാഹുവിന് വേണ്ടിയാകുക. വേണ്ടാത്ത ഹറാമായ കാര്യങ്ങൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതിരിക്കുക. കള്ളവചനങ്ങളും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും ഒഴിവാക്കാതെയുള്ള നോമ്പനുഷ്ഠാനത്തെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ പട്ടിണി കിടക്കുന്ന ഒരുവനെ പോലെയാണ് അല്ലാഹു നോമ്പിനെ ഉപമിച്ചത്. 11 മാസങ്ങൾ പാപങ്ങളുടെ അവിശുദ്ധ തടവറയിൽ ദുസ്സഹ്യമായ ജീവിതം നയിച്ച വിശ്വാസികൾക്ക്, മുഅ്മിനീങ്ങൾക്ക്, മുഅ്മിനാത്തുകൾക്ക് മോചനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ശുദ്ധമായി ശ്വസിക്കാൻ അവസരമൊരുക്കുകയാണ് റമദാൻ. വിശുദ്ധ ഖുർആൻ അവതീർണമായ സുന്ദര രാവുകളിൽ നന്മയുടെ സ്രോതസ്സുകൾ കൈപ്പിടിയിൽ ഒതുക്കുവാനും ദാനധർമ്മങ്ങളുടെ വിശാല പ്രപഞ്ചം പണിയുവാനും സ്നേഹമൂട്ടുന്ന ഇഫ്താർ വിരുന്നുകൾ ഒരുക്കുവാനും രാത്രികാല നമസ്കാരങ്ങളിൽ സായുജ്യമടയുവാനും
വിശ്വാസികൾ മത്സരിക്കുന്ന മാസമാണ് റമദാൻ. സ്വതക്കകൾ കണക്കില്ലാതെ ചൊരിയേണ്ട മാസമാണ് റമദാൻ എന്നുള്ളത് അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ വേഗതയിലായിരുന്നു ആദരവായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റമദാനിലെ സ്വതക്ക എന്ന ഹദീസ് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. നാളെ വരാനിരിക്കുന്ന മഹ്ശറയിൽ നിർഭയത്തോടുകൂടി ഉറച്ചു നിൽക്കാൻ മുസ്ലിമിനെ പ്രാപ്തമാക്കുന്നത് രാത്രിയാമ നമസ്കാരങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഊർജമാണ്. ഈദുൽ ഫിത്തർ ഒരു ദിവസത്തെ ആഘോഷമാണെങ്കിൽ റമദാൻ എന്ന 30 ദിവസം എന്നുള്ളത് 30 ദിവസത്തെ ആഘോഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുവാനും ഇബാദത്തുകൾ കൊണ്ട് പകലിനെയും രാവുകളെയും ധന്യമാക്കുവാനും കാരുണ്യവും മഗ്ഫിറത്തും നരകമോചനവും നേടുന്ന ഭാഗ്യശാലികളിൽ ഉൾപ്പെടുവാനും പെരുന്നാൾ സുദിനത്തിൽ മലക്കുകൾ പോലും അസൂയയോടെ വീക്ഷിക്കുന്നവരിൽ ചേരുവാനും നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് റമദാനിൽ നമ്മളിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് റഹ്മത്തിൻ്റെ പത്താണ്. ആ റഹ്മത്തിൻ്റെ പത്തിൽ ചൊല്ലേണ്ട ദുആക്കൾ ഉണ്ട്. നമ്മൾ നിരന്തരമായി എപ്പോഴും ചൊല്ലിക്കൊണ്ട് നടക്കേണ്ടതാണ്. നമസ്കാര സമയങ്ങളിൽ മാത്രമല്ല, എപ്പോഴും ചൊല്ലിക്കൊണ്ട് നടക്കേണ്ടത് അനിവാര്യമാണ്. ഏതാണ് ദുആ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ. റഹ്മത്തിൻ്റെ പത്തിൽ പ്രത്യേകമായ ദുആ ഉണ്ട്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. ഈ ദുആകൾ ആദ്യത്തെ 10 എല്ലാവരും ഈ ദുആയിൽ വ്യാപൃതരാകണം. നമ്മുടെ റമദാൻ നമുക്ക് സാക്ഷി നിൽക്കുന്ന അവസ്ഥയിലായിത്തീരണം. മറ്റ് ഇബാദത്തുകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ടതും പറഞ്ഞതുമായ കാര്യങ്ങൾ നല്ല രീതിയിൽ അമൽ ചെയ്യുവാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.